السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وبعد. اهدنا الصراط المستقيم എന്നതിൻ്റെ ചർച്ചയിലാണ് നമ്മളുള്ളത്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഹിദായത്ത് എന്നാൽ എന്താണ്? അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു സംശയം, ഫാത്തിഹയിൽ ഇഹ്ദിന എന്ന് പറയുന്നത് അടിമകളാണല്ലോ. അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞവരാണ്, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞവരാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞവരാണ്. അഥവാ യഥാർത്ഥത്തിൽ ഹംദിന് അർഹനാരാണോ അയാളെ ഹംദ് ചെയ്യുകയും പ്രശംസിക്കുകയും ചെയ്തവരാണ്. യഥാർത്ഥത്തിൽ ആരാധ്യനാരാണോ അയാൾക്കാണ് ഞാൻ ആരാധിക്കുന്നത്, അവരോടാണ് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞവരാണ് ഫാത്തിഹ സൂറത്ത് ഓതുന്നവർ. അപ്പോൾ പിന്നെ ഇഹ്ദിന എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം അവിടെ വരുമല്ലോ. അവർ ഓൾറെഡി ഹിദായത്തുള്ളവരാണല്ലോ, അവരാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വീണ്ടും അല്ലാഹുമ്മ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്കിനി ഹിദായത്ത് നൽകണേ എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തഹ്സീലുൽ ഹാസിൽ മുഹാലാണല്ലോ. ഹാസിലായ ഒരു സംഗതിയെ വീണ്ടും തഹ്സീലാക്കാൻ വേണ്ടി തൊലബ് ചെയ്യുക എന്നത് മുഹാലാണ്. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ്? അതാണ് ഇനി നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത്. ഫൽമത്ലൂബു ഇമ്മ സിയാദത്തു മാ മുനിഹൂഹു മിനൽ ഹുദ അവി സബാത്തു അലൈഹി ഔ ഹുസൂലുൽ മറാത്തിബി ലിമർത്തബത്തിൻ അലൈഹി. അപ്പോൾ 3 സാധ്യതയാണ് അവിടെ ഉള്ളത്. ഓൾറെഡി ഹിദായത്തുള്ള ഒരു മുഅ്മിൻ അയാൾ ഇഹ്ദിന എന്ന് പറയുമ്പോൾ അതിൽ 3 സാധ്യതയാണ്. ഒന്ന്, ഇമ്മ സിയാദത്തു മാ മുനിഹൂഹു, അവർക്ക് അള്ളാഹു നൽകിയ ഹിദായത്തിൻ്റെ ഇനങ്ങളിൽ നിന്ന്, ജിൻസുകളിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ സിയാദത്തിനെ ആവശ്യപ്പെടുക. അപ്പോൾ നേരത്തെ അജ്നാസുകൾ പറഞ്ഞിരുന്നു, ജിൻസുകൾ ഹിദായത്തിൻ്റെ, അതിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ സിയാദത്ത് മിനൽ ഹുദ, ഹുദയിൽ നിന്ന് അവർക്ക് നൽകിയത് എത്രയാണോ അതിനേക്കാൾ സിയാദത്തിനെയാണ് ഇഹ്ദിന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവി സബാത്തു അലൈഹി, ഇനി ജിൻസിൻ്റെ എല്ലാ ഇനങ്ങളും ലഭിച്ചവരാണെങ്കിലോ അവർ സബാത്തു അലൈഹി, അവർ ഉള്ളത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അത് മുഴുവനാണെങ്കിലും സിയാദത്ത് അല്ലെങ്കിലും. അപ്പോൾ ലഭിച്ചത് എത്രയാണോ അതിനേക്കാൾ സിയാദത്തിന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ലഭിച്ചത് അതിലെ സ്ഥിരത ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ ഔ ഹുസൂലുൽ മറാത്തിബി ലി മർത്തബത്തിൻ അലൈഹി ഔ ഹുസൂലുൽ മറാത്തിബിൽ മുറത്തബത്തി അലൈഹി. നേരത്തെ മർത്തബത്തി എന്നാണ് വായിച്ചിട്ടുള്ളത്. ഔ ഹുസൂലുൽ മറാത്തിബിൽ മുറത്തബത്തി അലൈഹി, ലഭിച്ചത് ഈ അലൈഹി രണ്ടിലും വരുന്നുണ്ടല്ലോ. സബാത്ത് അലൈഹി, പിന്നെ ഹുസൂലുൽ മറാത്തിബിൽ മുറത്തബത്തി അലൈഹി. അലൈഹി എന്നുള്ളത് മാ മുനിഹൂഹു എന്നതിലേക്കാണ്. അപ്പം നൽകപ്പെട്ടതിനേക്കാൾ സിയാദത്ത്, നൽകപ്പെട്ടതിലെ സ്ഥിരത, അല്ലെങ്കിൽ നൽകപ്പെട്ട ജിൻസിൽ വ്യത്യസ്ത മർത്തബകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ആ മർത്തബകളെ കരസ്ഥമാക്കുക എന്ന അർത്ഥത്തിലും ആവാം. അപ്പോൾ ഓരോ ജിൻസിനും ഒരുപാട് മർത്തബകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ വിഷയം സൂചിപ്പിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഓരോ ജിൻസിനും വ്യത്യസ്ത മർത്തബകളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം ഖുവ്വത്ത് അഖലിയ, അത് ഓരോരുത്തരുടെയും ഖുവ്വത്ത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ശിദ്ദത്തൻ വദുഅഫൻ വ്യത്യസ്തമാവുമല്ലോ. എന്നാൽ അടിസ്ഥാനപരമായ ഖുവ്വത്ത് അഖലിയ എന്ന വിശേഷണമാണ് താനും. ഇനി അതുമല്ലെങ്കിൽ അഖലിയായ അദില്ലത്തുകൾ കൊണ്ട് ഗവേഷണം ചെയ്യാനുള്ള കഴിവ്, നസ്ബുദ്ദലായിൽ എന്ന് പറഞ്ഞല്ലോ,
ആ ദലീലുകൾ കൊണ്ട് ഗവേഷണം ചെയ്യാനുള്ള കഴിവ് അത് വ്യത്യസ്തമാവാം. അല്ലെങ്കിൽ അംബിയാ മുർസലുകളെ പറഞ്ഞയച്ചിട്ടുള്ള ഹിദായത്ത്, അവരുടെ വാക്ക് പ്രവൃത്തി, അവരുടെ കുത്തുബ് മുഖദ്ദസ, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ശേഷി അത് വ്യത്യസ്തമായിരിക്കുമല്ലോ. നാലാമത് പറഞ്ഞത് തസവുഫിൻ്റെ ഭാഗത്തിലൂടെ, അഥവാ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം മുക്കാശഫ, മുഷാഹദ, മുആയന, അതും കഴിഞ്ഞാൽ ഇത്തിസാൽ, ഇംഫിസാൽ, ഫനാ, ബക്കാ, ഇതൊക്കെ വ്യത്യസ്ത മർത്തബകളാണ്. അപ്പോൾ ഓരോ ജിൻസിലും വ്യത്യസ്ത മർത്തബകളുണ്ട്. അപ്പോൾ ആ മർത്തബ ഉദ്ദേശിച്ചിട്ടുമാവാം. അപ്പോൾ അവിടെ ജിൻസ് മാറണില്ല എന്നതാണ് വ്യത്യാസം ഒന്നാമത്തതും മൂന്നാമത്തതും തമ്മിൽ. അപ്പോൾ ഹുസൂലുൽ മറാത്തിബിൽ മുറത്തബത്തി അലൈഹി. അപ്പോൾ ഇഹ്ദിന എന്ന വാക്ക് ഒന്നാമത്തെ അർത്ഥത്തിൽ ഹഖീഖത്താണ്. കാരണം പിന്നെ ജിൻസ് തൊലബ് ചെയ്യുന്നത് അത് ഹഖീഖത്ത് തന്നെയാണല്ലോ മുത്തലഖുൽ ഹിദായയിൽ. രണ്ടാമത്തതിൽ മജാസാണ്. കാരണം ഒരു കാര്യത്തിൻ്റെ മേൽ സബാത്തിനെ ഉദ്ദേശിച്ചിട്ട് ആ ജിൻസിൻ്റെ അലമ ജിൻസ് പറയുക എന്നത് അത് മജാസേ ആവുള്ളൂ. ഉദാഹരണം, നിൽക്കുന്ന ഒരാളോട് ഖും എന്ന് പറഞ്ഞാൽ അത് ആ ഖിയാമിൻ്റെ മേൽ ദവാമായി നിൽക്കണം എന്നതിനുള്ള മജാസിയായ പ്രയോഗമാണത്. അൽ അംറു ബിൽ ഖിയാമി, നുഹാത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ അംറു ബിൽ ഖിയാമി മസലൻ ലിൽ ഖായിമി മജാസുൻ അൻ ത്വലബി ദവാമി അലൈഹി. നിൽക്കുന്ന ഒരാളോട് ഖും എന്ന് വീണ്ടും പറയുകയാണെങ്കിൽ ആ നിൽക്കൽ അത് ദവാമായി അവിടെ തന്നെ നിൽക്കണം എന്നതിൻ്റെ മജാസാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അസ്ലുൽ ഹിദായ കരസ്ഥമാക്കിയ ഒരു മുഅ്മിന് വീണ്ടും ഹിദായത്തിന് ആവശ്യപ്പെടുന്നത് അത് സബാത്തിൻ്റെ അർത്ഥത്തിലാണെങ്കിൽ ആ ഇഹ്ദിന എന്നത് മജാസാണ് എന്നർത്ഥം. മൂന്നാമത്തെ അർത്ഥപ്രകാരം ഹഖീഖത്താണ്. കാരണം അവിടെ ജിൻസിൻ്റെ വ്യത്യസ്ത നൗഉകളെയാണല്ലോ അയാൾ അവിടെ ത്വലബ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഹഖീഖത്ത് തന്നെയാണ്. അപ്പോൾ ഫൈദാ ഖാലഹുൽ ആരിഫു അൽ വാസിൽ അനാ ബിഹി അർശിദനാ ത്വരീഖ സൈരി ഫീക ലിതംഹു അന്നാ ളുലുമാതി അഹ്വാലിന വതുമീത ഗവാശിയ അബ്ദാനിന ലിനസ്തളിഅ ബിനൂരി ഖുദ്സിക ഫനറാക ബിനൂരിക. അപ്പോൾ ഒരു ആരിഫാണ് വാസിൽ ഇലല്ലാഹ്. വാസിൽ എന്ന് പറഞ്ഞാൽ വാസിൽ ഇലല്ലാഹ്. അങ്ങനെ ഒരു ആരിഫ് ആണ് ഈ ഇഹ്ദിന എന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അപ്പോൾ അയാൾ നേടിയെടുത്ത ഹിദായത്തിനേക്കാൾ സിയാദത്താണ് അയാൾ ആവശ്യപ്പെടുന്നത്. വാസിൽ ഇലല്ലാ അഥവാ ആഖിറു ദറജാത്തി സാലിക്കീനാണല്ലോ അവ്വലു ദറജാത്തിൽ വാസിലീൻ. സാലിക്കീങ്ങളായ ആളുകളുടെ ദറജകളുടെ അവസാനം ഏതാണോ അവിടുന്നാണ് വാസിലീങ്ങളായ ആളുകളുടെ ദറജ ആരംഭിക്കുന്നത്. അഥവാ ആ പോയിന്റിൻ്റെ പേര് മഖാമുൽ മുശാഹദ വൽ മുആയന. ഇവിടെ വേറെ ഒരു സൂചന, അഥവാ നേരത്തെ പറഞ്ഞ ഹിദായത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളൊക്കെ സാലിക്കീങ്ങളായ ആളുകളുടെ അവസ്ഥ പരിഗണിച്ചിട്ടാണ്. ഫൈദാ ഖാലഹുൽ ആരിഫ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ടല്ലോ, സാലിക്കിൻ്റെ വിഷയങ്ങളാണ് കഴിഞ്ഞു പോയത്. ഏതായാലും പിന്നെ സാലിക്ക് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം, ആ സഞ്ചാരത്തിൻ്റെ അവസാനമാണ് വാസിലിൻ്റെ തുടക്കം. അപ്പോൾ സൈർ ഇലല്ലുണ്ട്, സൈർ ഫില്ലുണ്ട്. സൈർ ഫില്ല ഒരിക്കലും അവസാനിക്കൂലല്ലോ. അള്ളാഹുവിലേക്കുള്ള പ്രയാണം അഥവാ സാലിക്ക്, ആ സാലിക്ക് അവസാനിക്കുന്ന മർത്തബയാണ് അള്ളാഹുവിൽ പ്രയാണം ആരംഭിച്ചവരുടെ തുടക്കം. അള്ളാഹുവിൽ പ്രയാണം ആരംഭിച്ചാൽ പിന്നെ അതൊരിക്കലും മുറിഞ്ഞു പോകില്ല, അവസാനിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പിന്നെ അഖ്സ മറാത്തിബി സൈർ ഇലല്ലാ എന്നത് സാലിക്കിൻ്റെ അവസാനത്തെ ദറജയാണ്. ഏതായാലും അങ്ങനത്തെ ആരിഫ് ദുആ ചെയ്താൽ അതിൻ്റെ അർത്ഥം അർഷിദ്ന
ത്വരീഖ സൈരി ഫീക, സൈർ ഇലൈക്കയാണ് അയാൾ അവസാനിച്ചിട്ടുള്ളൂ. ഇനി നിന്നിലുള്ള ആ സഞ്ചാരത്തിന് ഞങ്ങൾക്കിനി വഴി ചേർക്കണേ, ആ വഴിയിൽ ഞങ്ങളെ നീ ആക്കണേ എന്നതാണ്. പിന്നെ അതിൻ്റെ ബാക്കി ലിതംഹു അന്ന ദുലുമാത്തി അഹ്വാലിന വതുമീത ഖവാശിയ അബ്ദാനിന, ഞങ്ങളുടെ ബദനുകളിൽ മൂടിയെ അതിനെ നീ നീക്കം ചെയ്യണേ, പരിസരങ്ങളിലെ ഇരുട്ടിനെ നീ അകറ്റണേ. ഖാശിയത്ത് എന്ന് പറഞ്ഞാൽ ഹിജാബ്. അപ്പോൾ ബദന് ശരിക്ക് റൂഹുകൾക്കിടയിലുള്ള ഒരു തരം മൂടി പോലെയാണ്, അത് നീക്കിക്കളയണേ. ലിനസ്തദി അബിനൂരി ഖുദ്സ്, നിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങൾ പ്രകാശിതരാവാൻ. ഫനറാക്ക് അബിനൂരിക്ക്. അപ്പോൾ ഒരു ആരിഫ് ദുആ ചെയ്താൽ ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അടുത്ത ചർച്ച, ഇഹ്ദിന എന്നത് അംറ് സീഗയാണല്ലോ. വാസ്തവത്തിൽ അവിടെ ദുആ ആണ് ഉദ്ദേശിക്കുന്നത്. അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അംറിൻ്റെ സീഗയാണ്. അപ്പോൾ ദുആയും അംറും രണ്ടും സീഗ കൊണ്ടും അർത്ഥം കൊണ്ടും ഒരുപോലെയാണ്. പിന്നെ അതെങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെടൽ, അതിലേക്കുള്ള ഒരു സൂചനയാണ് അടുത്തത് മുസന്നിഫ് പറയുന്നത്. അപ്പോൾ വൽ അംറു വദ്ദുആഉ, അംറും ദുആയും യതശാറക്കാനി ലഫ്ളൻ, സീഗയാൽ രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ തഖബ്ബൽ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ. ഇസ്തജിബ്, നീ ഉത്തരം ചെയ്യണേ. അത് അംറുമാണ്, അതേ സമയത്ത് ദുആയാണ്. അപ്പോൾ ലഫ്ളൻ എന്ന രീതിയിൽ രണ്ടും ഒരുപോലെയാണ്, പറയേണ്ട ആവശ്യമില്ല, രണ്ടും അംറു സീഗയാണ്. വ മഅനൻ, അർത്ഥം കൊണ്ട് രണ്ടും ഒരുപോലെയാണ്. എന്താ അർത്ഥം? ത്വലബുൽ ഫെയിലി മിനൽ മുഖാത്തബ് എന്നാണല്ലോ അംറ് എന്ന് പറഞ്ഞാൽ. മുഖാത്തബിൽ നിന്ന് എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുക, അതിനാണല്ലോ അംറ് എന്ന് പറയാം. ദുആ എന്ന് പറഞ്ഞാലും അതന്നെ. അപ്പോൾ തഖബ്ബൽ എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം അംറുമാണ് ദുആയാണ്. ഖബൂലിയത്ത് ത്വലബ് ചെയ്യുക, അല്ലെങ്കിൽ ഇജാബത്ത് ത്വലബ് ചെയ്യുക, തൗഫീഖ് ത്വലബ് ചെയ്യുക. അപ്പോൾ അംറ് ദുആ രണ്ടും എത്തശാറക്കാനി ലഫ്ളൻ, സീഗയാൽ ഒരുപോലെയാണ്, മഅനൻ അർത്ഥത്താലും ഒരുപോലെയാണ്, രണ്ടും ത്വലബാണ്. എന്നാൽ പിന്നെ രണ്ടും വ്യത്യാസപ്പെടൽ എങ്ങനെയാണ്? അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ പറയാനുള്ള കാരണം അതാണ്. ഇഹ്ദിന എന്നത് ഏതർത്ഥത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണത് പ്രാർത്ഥനയായത്? അപ്പോൾ യതഫാവതാനി, തഫാവുത്ത് ബിൽ ഇസ്തിഅലായി വത്തസഫുലി. അംറിലാണെങ്കിൽ ഇസ്തിഅലാ ഉണ്ടാവും, പിന്നെ ദുആയാണെങ്കിലോ തസഫുലും ഉണ്ടാവും. ഉലൂബ് ഇസ്തിഅലാ അംറിൽ ഷർത്താണോ എന്ന് ചർച്ച ഉണ്ടല്ലോ. അപ്പോൾ അംറിൽ വാക്കയിൽ അയാൾ അംറ് ചെയ്യുന്ന ആമിർ ഉലൂബ് ഇല്ലെങ്കിലും അയാൾ സ്വയം ഉലൂബ് ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിലും അതിന് അംറ് തന്നെയാണ് പറയാം. തസഫുൽ എന്ന് പറഞ്ഞാൽ പിന്നെ സുഫ്ല്, ഇസ്തിലാൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ദുആയാകുമ്പോൾ ഒരാൾ താഴ്ന്നതിൽ നിന്ന് മുകളിലുള്ളവരോട് ആവശ്യപ്പെടുന്നതാണ്. ഇസ്തിലാ അംറ് എന്ന് പറയുമ്പോഴോ മുകളിലുള്ളവർ താഴ്ന്ന ആളോട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, വാക്കയിൽ അയാൾ അംറിൽ ഉയർന്നവനാവണമെന്നില്ല, അതുപോലെ ദുആയിൽ വാക്കയിൽ അയാൾ താഴ്ന്നവനാവണമെന്നില്ല. പിന്നെയോ സ്വന്തം നഫ്സിനെ ആലിയാണ് എന്ന് ധരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇസ്തിലാ എന്ന പ്രയോഗം നടത്തിയത്, ഉലൂബ് എന്ന് നടത്താത്തത്. ഹഖീഖത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പിന്നെ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഹഖീഖത്തിൽ ഉലൂബുണ്ട്, എന്നാൽ അംറിന് ഹഖീഖത്തിൽ ഉലൂബ് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നോടൊരു കാര്യം ആവശ്യപ്പെടാം, അംറ് ചെയ്യാം. ഏതർത്ഥത്തിൽ? നിങ്ങൾ എന്നേക്കാൾ വലിയവനാണ് എന്ന് ധരിച്ച് ആ ഇസ്തിലാ ഉദ്ദേശിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അംറ് തന്നെയാണ്. എന്നാൽ നേരെ തിരിച്ച് ഹഖീഖത്തിൽ ഞാൻ ഉലൂബ് ഉണ്ടെങ്കിലും അതേ സമയത്ത് നിങ്ങളോട് മുത്തവാദിയൻ എന്ന രീതിയിൽ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിലോ അവിടെ തസഫുലായും ചെയ്തു, അപ്പോൾ അത് ദുആ ആയി മാറും ചെയ്യും. അപ്പോൾ രണ്ടും ഇവിടെ മുഅ്തസിലത്തിൻ്റെ വാദവും നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇതാണ്.
അംറിൽ ഉലൂവ് ഇസ്തിലാഹ് ഷർത്താണ്, ഹഖീഖത്തിൽ വാക്കിയിൽ തന്നെ അങ്ങനെ വേണം എന്നതാണ് മുഅ്തസിലത്തിൻ്റെ വാദം. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് വക്കീല എന്ന് ശേഷം മുസന്നിഫ് പറയുന്നത്. അഥവാ വക്കീല ബിർ റുത്തുബത്തി, ആ മർത്തബ നോക്കിയിട്ട്, അഥവാ ഫിൽ ഹഖീഖത്തി വൽ വാഖി, വാഖയിലും ഹഖീഖത്തിലും അംറ് ചെയ്യുന്ന ആൾ മഅ്മൂറിനേക്കാൾ റുത്തുബയിൽ പദവിയിൽ മുകളിലായിരിക്കണം. അതുപോലെ വാഖയിലും ഹഖീഖത്തിലും ദുആ ചെയ്യുന്ന ആൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അയാളേക്കാൾ റുത്തുബയിൽ താഴ്ന്നിരിക്കണം. ഇത് ഖീലക്കാരാണ്. ഖീലക്കാരെന്ന് പറഞ്ഞാൽ മുഅ്തസിലത്തിൻ്റെ വാദമാണ്. എന്നാൽ നമ്മളെ വാദം അനുസരിച്ച് ദുആ ചെയ്യണമെങ്കിൽ അയാൾ റുത്തുബയിൽ താഴ്ന്ന ആളാവണമെന്നില്ല, അയാൾ സ്വയം ധരിച്ചാൽ മതി. ഇസ്തിഅലാഹ് അംറ് ചെയ്യണമെങ്കിൽ അയാൾ ഹഖീഖത്തിലും വാഖയിലും അയാൾ ഉലൂബാവണമെന്നില്ല, അയാൾ ഇസ്തിഅലാഹ് ധരിച്ചാൽ മതി. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇഹ്ദിന എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. രണ്ടിൻ്റെയും സീഗ ഒരുപോലെയാണെങ്കിലും, അംറിൻ്റെയും ദുആയുടെയും സീഗ ഒരുപോലെയാണെങ്കിലും ഈ അർത്ഥത്തിലാണ് അതിൻ്റെ തഫാവുത്ത്. അപ്പോൾ ഇഹ്ദിന എന്ന ആ ചർച്ചയാണ് കഴിഞ്ഞത്. ഇനി സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ഓ സിറാത്തു മിൻ സരിത്ത ആമ ഇദബ്തലഅഹു, ഭക്ഷണം വിഴുങ്ങിയാൽ സരിത്ത എന്ന വാക്ക് പ്രയോഗിക്കാം. അപ്പോൾ സിറാത്ത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിറാത്ത് എന്നത് അടിസ്ഥാനപരമായി സീനാണ്. ആ സീനിനെ ത്വാഇന് ഇത്ബാഖിന് വേണ്ടി ഇബ്ദാൽ ചെയ്തതാണ്. യാലോ ഹർഫി മക്കാൻ ആഖറ. അപ്പോൾ ഇദബ്തലഅഹു, തആമ് വിഴുങ്ങിയാൽ ഭക്ഷിച്ചാൽ സരിത്ത എന്ന വാക്ക് പ്രയോഗിക്കാം. എന്നതുപോലെ ഫകഅന്നഹു എന്ന് പറഞ്ഞാൽ ത്വരീഖ് യസ്രിത്തു സാബില, ഖാഫില, യാത്രക്കാർ. അപ്പോൾ വഴിയിലൂടെ യാത്രക്കാർ നടന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ ആ വഴി അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. വലിദാലിക സുമിയ ത്വരീഖു ലഖമൻ ബിഫതഹതൈനി ലിഅന്നഹു യൽതഖിമുഹും. ത്വരീഖിന് ലഖമ് എന്ന് പറയാം, കാരണം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഷാപരമായി സരിത്ത, സിറാത്ത് എന്നതിൽ നിന്നാണ്, സീനിൽ നിന്ന് സ്വാദ് മറിച്ചതാണ്. അപ്പോൾ സിറാത്തു മിൻ ഖൽബി സീന് സ്വാദൻ. അപ്പോൾ സിറാത്ത് എന്നത് സീനിനെ സ്വാദായി കൽബ് ചെയ്തതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാരണം സീന് മുൻഖഫിദായ സൗണ്ടാണ്, മുൻഖഫിദായ ഹർഫാണ്. സ്വാദ് അതേ സമയത്ത് മജ്ഹൂറത്തുമാണ്. അപ്പോൾ സ്വാദ്, ലാദ്, ത്വാ, ലാ ഇതൊക്കെ ഒരു മുസ്തഅലിയായ ഹർഫുകളാണല്ലോ. അതിൻ്റെ കൂടെ മുൻഖഫിദും മഹ്മൂസുമായ സീന് വരുമ്പോൾ രണ്ടും കൂടി കൂട്ടി ഉച്ചരിക്കുന്നതിൽ സക്കലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ സീനിനെ ത്വാഇനോട് ആ തതാബുക്കിന് വേണ്ടി സീനിനെ സ്വാദാക്കി മറിച്ചു. ലിയുതാബിഖ ത്വാഇനോടുള്ള മുത്താബക്കത്തിന് വേണ്ടി അവിടെ ഫില്ലിത്തുബാക്കി. എന്നാൽ അങ്ങനെ നേരെ മറിച്ച ആളുകളുണ്ട്. അതേ സമയത്ത് വഖദ് യുഷമ്മു സ്വാദു സൗത്ത സായി ലിയകൂന അഖറബ ഇലൽ മുബ്ദൽ മിൻഹു. ഈ സ്വാദിൻ്റെ നേരെ ഉച്ചാരണമില്ലാതെ ഇസ്മാമോടുകൂടെ സ്വാദിനെ സായിൻ്റെ ഹർഫിൻ്റെ സൗത്തോടു കൂടെ ഉച്ചരിക്കുന്ന ഇമാമിങ്ങളുമുണ്ട്. അതെന്തിനാണ്? ലിയകൂന അഖറബ ഇലൽ മുബ്ദൽ മിൻഹു, അഥവാ സീനല്ലേ മുബ്ദൽ മിൻഹു, സീനിൽ നിന്ന് സ്വാദ് മറിച്ചതാണല്ലോ. അപ്പോൾ സ്വാദിൻ്റെ അടിസ്ഥാനപരമായ സൗണ്ട് ഉച്ചരിക്കാതെ ഒരു സായിൻ്റെ സൗണ്ടോടുകൂടെ ഉച്ചരിക്കുന്ന ഇമാമിങ്ങളുണ്ട്. അത് ലിയകൂന അഖറബ ഇലൽ മുബ്ദൽ മിൻഹു, മുബ്ദൽ മിൻഹു ആയ സീനിനോട് ഒന്നുകൂടി അഖറബ് ആയ സൗണ്ട് സായിനാണല്ലോ എന്നതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ സായിൻ്റെ ഉച്ചാരണം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അത് രണ്ടും മുൻഖഫിദാണ്. സീന് പോലെ തന്നെ സാവ് മുൻഖഫിദാണ്. ഇസ്മാം എന്ന് പറഞ്ഞാൽ ഖൽത്തു ഹർഫിൻ ബി ആഖറ, ഒരു ഹർഫിനെ മറ്റൊരു ഹർഫ് കൂടി കൂട്ടി ഖൽത്താക്കുക, അതിനാണല്ലോ ഇസ്മാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്വാദിനെ സാവ് പോലെ രണ്ടും ഖൽത്താക്കിയിട്ട് ഉച്ചരിക്കുക.
ഇനി ആരുടേതൊക്കെയാണ് ഈ ഖിറാഅത്തുകൾ എന്നാണ് പറയുന്നത്. ഖറഅ ഇബ്നു കസീർ ബിരിവായത്ത് ഖുംബുൽ ഫറുവൈസ് അൻ യാക്കൂബ് ബിൽ അസ്ലി, അവർ സീന് കൊണ്ട് ഖിറാഅത്തുണ്ട് എന്ന് പറഞ്ഞവരാണ്. ഖുംബുൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അൽ മക്കി അൽ മഖ്സൂമി എന്നിവരുടെ ലഖബലമാണ്. അതുപോലെ റുവൈസ് അബ്ദുള്ള മുഹമ്മദ് മുത്തവക്കിൽ നൗഫൽ എന്നിവരുടെ ലഖബലമാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ട് അസ്ല് ബിൽ അസ്ലാണ് ഖിറാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഥവാ സീനോട് കൂടെ എന്നർത്ഥം. പിന്നെ ഹംസ ബിൽ ഇസ്മാം, ഇസ്മാമോട് കൂടെയാണ് ഖിറാഅത്ത്. നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് സായിൻ്റെ സൗണ്ട് നൽകിയിട്ടാണ് ഖിറാഅത്ത് എന്ന് പറഞ്ഞത് ഹംസ എന്നവരാണ്. അൽ ബാഖൂന ബിസ്വാദി, ബാക്കിയുള്ളവരൊക്കെ സ്വാദ് കൊണ്ടാണ് ഖിറാഅത്ത്. സിറാത്ത എന്ന് നേരെ മുബുദലായ ഹർഫ് കൊണ്ട് തന്നെയാണ് ഖിറാഅത്ത് എന്ന് പറഞ്ഞവരാണ്. വഹുവ ലുഗത്ത് ഖുറൈശ്, അതാണ് ഖുറൈശിൻ്റെ ഒരു ലുഗത്ത്. ഏത്? സ്വാദ്, അഥവാ സിറാത്ത് എന്നതിലെ സീനിനെ കൽബ് ചെയ്ത് സ്വാദാക്കിയിട്ടാണ് അവരുടെ ലുഗത്ത് എന്നർത്ഥം. അപ്പോൾ അവരുടെ ലുഗത്തിലും സ്വാദാണ്. മാത്രമല്ല വഹുവ ലുഗത്ത് ഖുറൈശ് വസാബിത്ത് ഫിൽ ഇമാം, ഇമാം എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ഹഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അവരുടെ മുസ്ഹഫിനെ സംബന്ധിച്ചാണ് ഇമാം എന്ന് പറയുന്നത്. ഈ പറയപ്പെട്ട ഇഖ്തിലാഫുകളൊക്കെ ഭിന്നാഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അവരുടെ മുസ്ഹഫിൽ നേരെ സാബിത്തായതും സ്വാദാണ്. വജംഉഹു സൂറത്ത് കുത്തുബ് വഹുവ കത്വലീഖ് ഫി തദ്കീർ വത്തനീസ്, സിറാത്ത് എന്ന വാക്ക് കുത്തുബ് പോലെയാണ് അതിന് ജമ്മ് ഉച്ചരിക്കേണ്ടത്, അഥവാ സൂറത്ത് എന്നാണ് ജമ്മ്. പിന്നെ ത്വരീഖ് എന്ന വാക്ക് മുദക്കർ മുഅന്നസായി ഉപയോഗിക്കുന്നത് പോലെ സിറാത്ത് എന്നത് മുദക്കർ മുഅന്നസായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വൽ മുസ്തഖീം, മുസ്തഖീം എന്ന് പറഞ്ഞാൽ മുസ്തവി, നേരെ ചൊവ്വായത്, നേരെയായത് എന്നൊക്കെയാണല്ലോ. വൽ മുറാദു ബിഹി, സിറാത്ത് പറഞ്ഞു, മുസ്തഖീം പറഞ്ഞു. വൽ മുറാദ് ബിഹി, ഇനി സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വരീഖുൽ ഹഖ്, സത്യമാർഗം എന്ന അർത്ഥത്തിലാണ്. വഖീല ഹുവ മില്ലത്തുൽ ഇസ്ലാം, അതല്ല സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് മില്ലത്തുൽ ഇസ്ലാമാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. അപ്പോൾ ത്വരീഖുൽ ഹഖ് എന്നത് കോമൺ ആയൊരു പ്രയോഗമാണ്. അഖ്വാല്, അഫ്ആല്, പിന്നെ മുആമലാത്ത് ബൈനൽ ഖൽഖി വൽ ഖാലിഖ്, അഖ്ലാഖ് എല്ലാം കൂടി ഉൾപ്പെട്ട ആ ത്വരീഖ് എന്ന മാനയിൽ കോമണായ പ്രയോഗമാണ്. അതല്ല മില്ലത്തുൽ ഇസ്ലാം എന്നത് അതിൻ്റെ നേരെ ഉദ്ദേശം മാനയാണ്. രണ്ടർത്ഥത്തിലും പിന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന വാക്ക് ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഫഅബ്ദു ഹാദാ സിറാത്തുൽ മുസ്തഖീം, നേരെ ആ പിന്നെ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഥവാ സബീലുള്ള. അപ്പോൾ ആ അർത്ഥത്തിൽ വ്യത്യസ്ത ആഹാദുകൾ വ്യത്യസ്തമല്ലെങ്കിലും പിന്നെ ദറജകൾ കൊണ്ടും മൻസിലത്തുകൾ കൊണ്ടും ഒരുപാട് വ്യത്യസ്തത നിലനിൽക്കുന്ന വാക്കാണ് ത്വരീഖുൽ ഹഖ് എന്ന് പറയുമ്പോൾ. അതിനെയാണ് ഹാദാ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞത് എന്ന് മുസന്നിഫ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൽമു കൊണ്ടും അമല് കൊണ്ടും നേടിയെടുക്കാവുന്ന വ്യത്യസ്ത മൻസിലകളും ദറജകളും ഉൾക്കൊള്ളുന്ന മീനിങ്ങാണ് ത്വരീഖുൽ ഹഖ് എന്നത്. നേരെ മില്ലത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പിന്നെ ഷഹാദത്ത് കലിമ കൊണ്ട് അതിൽ അകപ്പെട്ടുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ടർത്ഥം പറഞ്ഞവരുണ്ട് എന്നർത്ഥം. മില്ലത്തുൽ ഇസ്ലാം എന്നതിനെ മുസന്നിഫ് ഖീല എന്ന് പറഞ്ഞത് ത്വരീഖുൽ ഹഖിനെ മുഖ്താറാക്കിയത് അതിൽ ഒരു തരം തക്കല്ലുഫ് ഉണ്ടായത് കൊണ്ടാണ്. കാരണം പിന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീം എന്നതിൽ നിന്നുള്ള ബദലാണ് ശേഷമുള്ള സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന സിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതോ, ആ ഉദ്ദേശിക്കുന്നത് അത് പിന്നെ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ആ നബിയ്യങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളും ആണല്ലോ. അവരാണല്ലോ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആ മുൻഅമ അലൈഹിമായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ്. അപ്പോൾ അവരുടെ സിറാത്ത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഫ്ആല് അഖ്വാലുകളൊക്കെ ഉൾക്കൊള്ളുന്ന ത്വരീഖ് എന്ന മാനയിലാണ് അവിടെ പ്രയോഗം.
അപ്പോൾ അങ്ങനെ ഒരു തരം നേരെ മില്ലത്തുൽ ഇസ്ലാം എന്ന് വെക്കുമ്പോൾ ഒരു തരം തകല്ലുഫ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മുസന്നിഫ് ആ പറഞ്ഞതിന് ഖീല എന്ന് പ്രയോഗം നടത്തിയത്. മില്ലത്തുൽ ഇസ്ലാം തന്നെയാണ് രണ്ടും. അതേ സമയത്ത് ത്വരീഖുൽ ഹഖ്, മാർഗം, വഴി എന്ന അർത്ഥം വെക്കലാണ് മില്ലത്തുൽ ഇസ്ലാം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഇവിടെ. അതുകൊണ്ടാണ് മുസന്നിഫ് അതിനെ മുഖ്താറാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനി സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നുള്ള ബദലാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. വിശാലമായ ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.